ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് യുഡെഎസ് പ്രസ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് പ്രൊമോഷൻ നൽകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നമ്മളെ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് പ്രധാനമായും ഈ മൊഡ്യൂളിലൂടെ നമ്മൾ നോക്കുന്നത്. അതിനായി ആദ്യം നമ്മൾ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നു. UDSC പ്ലസ് സ്റ്റുഡൻസ് മൊഡ്യൂളിലൂടെയാണ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് പ്രൊമോഷൻ നൽകുന്നത്. അതിനായി ആ വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു, കേരള കൊടുക്കുന്നു, ഗോ കൊടുക്കുന്നു. അതിനുശേഷം വരുന്ന ഓപ്ഷനിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അതിൽ നമുക്ക് കറണ്ട് അക്കാദമിക് ഇയർ 2025-26 കാണാം. ഒപ്പം സ്നാപ്ഷോട്ട് 2024-25 കാണാം. ഇതിൽ നമുക്ക് ഈ വർഷം പ്രൊമോഷൻ നൽകേണ്ടത് കറണ്ട് അക്കാദമിക് ഇയർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ടാണ്. അതിനുവേണ്ടി കറണ്ട് അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു വിൻഡോ വരും, അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ഡാഷ്ബോർഡിൽ കാണുന്ന സ്കൂൾ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ സ്കൂൾ ഡാഷ്ബോർഡിൽ നിന്നും സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും പ്രോഗ്രഷൻ ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി പ്രോഗ്രഷൻ മൊഡ്യൂള് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകും. അതിൽ പ്രോഗ്രഷൻ യൂസർ മാനുവൽ, വ്യൂ സമ്മറി, പ്രോഗ്രഷൻ സമ്മറി, സെക്ഷൻസ് വൈസ്, ഫൈനലൈസ് ഓർ പ്രോഗ്രഷൻ എന്നീ ടാബുകളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ പ്രോഗ്രഷൻ മൊഡ്യൂൾ എന്നതിന് തൊട്ട് താഴെ കാണുന്ന ഗോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് സെലക്ട് ക്ലാസ്, ഈ സെലക്ട് ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം നമുക്ക് ചാർജ് ഉണ്ടായ ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ 8ാം ക്ലാസ്സിലെ ഒരു ക്ലാസ്, 8ാം ക്ലാസ്സിലെ 8A ചാർജ് ഉണ്ടായ ടീച്ചറാണെങ്കിൽ 8A സെലക്ട് ചെയ്യുന്നു, ഗോ കൊടുക്കുന്നു. അതോടുകൂടി ആ ക്ലാസ്സിൽ കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ നമുക്കുണ്ടായിരുന്ന കുട്ടികളുടെ പേരുകൾ അവിടെ ലിസ്റ്റ് ചെയ്യപ്പെടും. അതിൽ നിന്നും ഏത് കുട്ടിക്കാണോ നമുക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടത് ആ കുട്ടിയുടെ പ്രോഗ്രഷൻ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ സമയം പ്രൊമോട്ടഡ് ബൈ എക്സാമിനേഷൻ, നോട്ട് പ്രൊമോട്ടഡ് ഓർ റിപ്പീറ്റർ, പ്രൊമോട്ടഡ് വിത്തൗട്ട് എക്സാമിനേഷൻ, അങ്ങനെ 3 ഓപ്ഷൻ വരും. ഇതിൽ നിന്നും നമ്മുടെ സ്കൂളിലേക്ക് തന്നെ പ്രൊമോഷൻ കൊടുത്തതാണ് എങ്കിൽ പ്രൊമോട്ടഡ് ബൈ എക്സാമിനേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് താഴത്ത് കാണുന്ന ആ ഓപ്ഷനിൽ ആ കുട്ടിക്ക് കിട്ടിയ മാർക്കിൻ്റെ പേഴ്സൻറ്റേജ്, എത്ര മാർക്കാണോ 8ാം ക്ലാസ്സിൽ കിട്ടിയത് ആ മാർക്ക് അവിടെ നമ്മൾ നൽകുന്നു. ഇപ്പോൾ 80% ആണെങ്കിൽ 80% നൽകുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം ഹാജരായ ദിവസങ്ങൾ 187 അല്ലെങ്കിൽ 185 ആണെങ്കിൽ 185 കൊടുക്കുക. സ്കൂളിംഗ് സ്റ്റാറ്റസ് കൊടുക്കുന്നു. സ്കൂളിംഗ് സ്റ്റാറ്റസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ സ്റ്റഡിയിങ് ഇൻ സെയിം സ്കൂൾ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിന് തൊട്ട് വലതുവശത്തായിട്ട് നിലവിൽ പഠിക്കുന്ന ഈ 9ാം ക്ലാസ്സിലേക്ക് അവന് പ്രൊമോഷൻ കിട്ടിയ ക്ലാസ് അവിടെ വരും. ആ ക്ലാസ്സിൽ നിന്നും 9A പോയതെങ്കിൽ 9A സെലക്ട് ചെയ്യുക. 9B ആണെങ്കിൽ 9B സെലക്ട് ചെയ്യുക, അപ്ഡേറ്റ് കൊടുക്കുക. അങ്ങനെ അപ്ഡേഷൻ കൊടുക്കുന്നതോടുകൂടി ഈ പറഞ്ഞ ഒന്നാമത്തെ വിദ്യാർത്ഥിയുടെ പ്രൊമോഷൻ ആക്ടിവിറ്റി ഇവിടെ കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഇങ്ങനെ ഒരു ജാലകം വരും, സ്റ്റുഡൻസ് ഡീറ്റെയിൽ ഹാസ് ബീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. അങ്ങനെ ഓരോ കുട്ടിയുടെയും ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് ഇതിൻ്റെ കാണുന്ന ഈ ഒരു ടാബിൽ കാണുന്ന ഫൈനലൈസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫൈനലൈസ് ചെയ്യുന്നതോടുകൂടി ഈ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും പ്രോഗ്രഷൻ ആക്ടിവിറ്റികൾ കംപ്ലീറ്റ് ആകുകയും നമുക്ക് നേരത്തെ കണ്ട മറ്റൊരു ജാലകത്തിലൂടെ